കേരളത്തിലെ ദേശീയപാത 66-ൽ 15 തകരാറുകൾ കണ്ടെത്തിയതായി കേന്ദ്ര സർക്കാർ. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഇക്കാര്യം പാർലമെന്റിൽ അറിയിച്ചത്. ദേശീയപാത അതോറിറ്റി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ ഈ മറുപടി. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി. അർജുൻ, ദേശീയതലത്തിൽ തന്നെ കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിലെ പോരായ്മകൾ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിനിടയിലാണ് പാർലമെന്റിലും ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് 15 തകരാറുകൾ ഉൾപ്പെടെ കണ്ടെത്തിയ വിവരം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തന്നെ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന്റെ മറുപടിയിൽ എന്തെല്ലാം കൂടുതൽ കാര്യങ്ങളുണ്ട്, പ്രശ്നപരിഹാരത്തിനുള്ള ഇടപെടൽ എങ്ങനെയെന്നതും ഈ മറുപടിയിലുണ്ടോ? ഈ കൂരിയാട് കേന്ദ്രീകരിച്ചുകൊണ്ട് NH 66-ലെ പ്രശ്നങ്ങൾ, തകരാറുകൾ അത് എവിടേക്കാണ്, അതിനെ സംബന്ധിച്ചുള്ള കണക്കുകൾ കേന്ദ്ര സർക്കാരിനുണ്ടോ എന്നുള്ള KC വേണുഗോപാലിൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് ഈ കണക്കുകൾ എല്ലാം തന്നെ ഇപ്പോൾ മറുപടിയായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ തന്നെ ഈ ദേശീയപാത അതോറിറ്റി നിയോഗിച്ച 2 കമ്മിറ്റികൾ, ആ 2 കമ്മിറ്റികൾ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, ഈ 2 കമ്മിറ്റികളിൽ ഒന്ന് ഈ തകരാറുകൾ കണ്ടുപിടിക്കുക, അതിൽ തന്നെ ബദൽ മാർഗങ്ങൾ സ്വീകരിക്കുക, അത് ശുപാർശ ചെയ്യുക എന്നുള്ള കാര്യത്തിനായിരുന്നു. രണ്ടാമത്തെ കമ്മിറ്റി സമിതി എന്ന് പറയുന്നത് സമാനമായിട്ടുള്ള തകരാറുകൾ ഉണ്ടാകാൻ ഇടയുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. ഈ 2 സമിതികളും ദേശീയപാത അതോറിറ്റിക്കും അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രാലയത്തിലും അന്തിമ റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 15 ഈ NH 66-ൽ വിള്ളലുണ്ട് എന്നുള്ള കാര്യം ഔദ്യോഗികമായി തന്നെ പാർലമെന്റിൽ വെച്ച മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ എവിടെയൊക്കെയാണ് വിള്ളൽ എന്നുള്ള കാര്യങ്ങളും ഇപ്പോൾ ഈ മറുപടിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കൂരിയാടിന് പുറമേ തന്നെ ചെങ്കള, നീലേശ്വരം സെക്ഷനിലുണ്ട്. അതുപോലെ തന്നെ അഴിയൂർ, വെങ്കലം, രാമനാട്ടുകര, കായംകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അതുപോലെ ചാവക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആകെ 15 ഈ വിള്ളലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനു കൂടാതെ അവിടെ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു, പ്രത്യേകിച്ചും അവിടെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഒപ്പം തന്നെ ഈ കമ്പനികൾക്കെതിരെ, അതായത് ഈ ടെൻഡർ എടുത്ത കമ്പനികൾക്കെതിരെ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ, ഏതൊക്കെ തരത്തിലാണ് അവർക്കെതിരെയുള്ള നടപടികൾ എടുത്തിരിക്കുന്നത്, അവിടെ എന്തൊക്കെ ശുപാർശകളും ബദൽ മാർഗങ്ങളും സ്വീകരിക്കാമെന്നാണ് ഈ കമ്മിറ്റികൾ പറഞ്ഞിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ നിലവിൽ ഈ മറുപടിയിൽ അദ്ദേഹം ചേർത്തിട്ടുണ്ട്. ഒപ്പം സമാനമായി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിൽ പ്രശ്നങ്ങൾ, തകരാറുകൾ ഉണ്ടാകാതെ മുന്നോട്ട് ഈ നിർമ്മാണം അടക്കമുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഏത് തരത്തിൽ സ്വീകരിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ ഈ മറുപടിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നുള്ള കാര്യം കൂടി കേന്ദ്രമന്ത്രി മറുപടിയിലും അതുപോലെ തന്നെ നേരത്തെയും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ള കാര്യം കൂടിയാണ്.